Yes, come in. Dinner ready, madam. എന്തിനാ ഇതൊക്കെ നീ ഉണ്ടാക്കാൻ പോയേ? വന്നിട്ട് ഞാൻ ചെയ്യുമായിരുന്നില്ലേ? അമ്മ ടയർഡായിട്ട് വരികയില്ലെന്ന് കരുതി. വാ കഴിക്കാം. ഞാനൊന്ന് മേലെ എഴുതി വരാം. അതൊക്കെ പിന്നെ കഴുകാം, ആദ്യം ഭക്ഷണം കഴിക്കും. ദേ പറഞ്ഞതനുസരിക്ക് അമ്മക്കുട്ടിക്ക് പണ്ടത്തെ പോലെ അനുസരണ തീരെയില്ല. ഫ്രഷ് ചപ്പാത്തി, നല്ല ബെസ്റ്റ് കറി കഴിക്കും. എന്നിട്ട് അഭിപ്രായം പറ. എന്തായാലും നിന്നെ കെട്ടാൻ പോകുന്ന പെണ്ണ് ലക്കിയാ. താങ്ക് യു. ഇതിപ്പോ നിങ്ങൾ പറയുന്ന 4ാമത്തെ അവധിയാ. ഇന്ന് കുറച്ചെങ്കിലും കാശ് കിട്ടാതെ ഞാൻ ഈ വീടിന്റെ പടി ഇറങ്ങുന്ന പ്രശ്നമില്ല. ഞാൻ പറഞ്ഞല്ലോ മേനോൻ ചേട്ടാ, ഇവിടെ ഒരു 1000 രൂപയെങ്കിലും ഉണ്ടായിരുന്നേ ഞാൻ അതങ്ങ് എടുത്തു തന്നേനെ. അതെ, നിങ്ങൾക്കിങ്ങനെ ഓരോ അവധികൾ പറഞ്ഞാൽ മതി. പക്ഷെ നഷ്ടപ്പെട്ടത് എന്റെ പണമാ. അല്ലെങ്കിൽ നിങ്ങളെ പറയുന്നത് എന്തിനാ? എല്ലാം എന്റെ കുറ്റ. ബാലൻ ചോദിച്ച അതേ നിമിഷം ബാങ്കിൽ ഫിക്സഡ് കിടന്നിരുന്ന 3 ലക്ഷം രൂപ എടുത്ത് ഞാൻ കൊടുക്കരുതായിരുന്നു, അതും ഒരു രേഖയില്ലാതെ. അയാളുടെ ടെക്സ്റ്റൈൽ ബിസിനസ് തകർന്നു പോകുന്നും അതോടെ അയാൾ ആത്മഹത്യ ചെയ്യുന്നു ആരെങ്കിലും കരുതിയോ? ഒരു രേഖയില്ലാതിരുന്നിട്ടും മേനോൻ ചേട്ടന്റെ പണം ഞങ്ങൾ തിരിച്ചു തരാതിരുന്നിട്ടില്ല. ഇനിയിപ്പോ 1 ലക്ഷം തരാനുള്ളൂ. അതും തരില്ലെന്നല്ല, തരാൻ ഇത്തിരി സാവകാശം വേണമെന്നാ ചോദിച്ചത്. ബാലേട്ടൻ ഉണ്ടാക്കി വെച്ച കടങ്ങൾ മിക്കതും ഞാനും എന്റെ മോനും കൂടി വീട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാ എനിക്കും എന്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അതുവല്ല നിങ്ങൾക്കറിയോ? എനിക്കതറിയാം. അതുകൊണ്ടുകൂടി പറയാ, എത്രയും വേഗം ബാക്കി പണം ഞാൻ എത്തിക്കാം. ബാലേട്ടൻ പറയുമായിരുന്നു ഞാനില്ലെങ്കിലും മേനോൻ ചേട്ടൻ ഉണ്ടാവും സഹായത്തിനെന്ന്. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, അടുത്ത തവണ പണം തരിക തന്നെ ചെയ്യും. നീ എണീറ്റോ? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്മ, എന്താടാ? അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? ഈ കടങ്ങളെല്ലാം തീർക്കാൻ ഞാൻ ഒരുപാടൊന്നും സഹായിച്ചിട്ടില്ലെന്ന് ഓർത്ത്. പിന്നെ എനിക്ക് നിന്നോട് ദേഷ്യം മാത്രമല്ല, ശത്രുതയുണ്ട്. എന്താ പോരെ? അമ്മ തമാശകളാ. ഒന്ന് പോടെ ചക്ക, അവന്റെ ഒരു ചോദ്യം.